ദൈവത്തിനു മഹത്വം. യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവും അനന്തര സംഭവങ്ങൾ 256 ഭാഗത്തേക്ക് ഏവരെയും പ്രാർത്ഥനയോടെ ക്ഷണിച്ചുകൊള്ളുന്നു. നാം ഇപ്പോൾ ക്ലാസ് എടുക്കുന്നത് മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം മുതൽ 3-ാമത്തെ വാക്യം വരെയുള്ള 3 ചോദ്യങ്ങളുടെ മറുപടിയായിട്ടാണ്. നമ്മുടെ കർത്താവായ യേശു ഒലിവുമലയിൽ വെച്ച കാര്യമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത് എപ്പോൾ സംഭവിക്കും? നിന്റെ വരവിന്റെ അടയാളം എന്ത്? ലോകാവസാനത്തിന്റെ അടയാളം എന്ത്? മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം 6-ാമത്തെ ഭാഗം പറയുന്നത്, കള്ളപ്രവാചകർ പലരും വന്ന് അനേകരെ തെറ്റിക്കും. പഴയ നിയമകാലത്തും ധാരാളം ഉണ്ടായിരുന്നു. നമ്മുടെ പുതിയ നിയമകാലത്തെ പ്രാരംഭത്തിലെ പത്രോസും പൗലോസും യോഹന്നാനുള്ള കാലത്തും ഉണ്ടായിരുന്നു. ഈ കാലയളവിലും ധാരാളമുണ്ട്. നമ്മളെ വളരെ വിവേചിച്ച് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഞാനിതിനു മുമ്പേ വിസ്താരമായിട്ട് സവിസ്തരമായിട്ട് ഞാൻ പ്രസ്താവിച്ചുകൊണ്ട് ഒരാവർത്തനത്തിലേക്ക് വരാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. നമ്മൾ ഈ കാര്യങ്ങള് വളരെ വളരെ സൂക്ഷിക്കേണ്ടതായ ആവശ്യമാണ് എന്ന് ഈ കാര്യങ്ങൾ ഓർപ്പിച്ചുകൊള്ളുന്നു. സാത്താൻ നമ്മളെ തെറ്റിക്കുന്ന 3 കാര്യങ്ങൾ. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ 9-ാമത്തെ വാക്യം, അവൻ തെറ്റിക്കാൻ നോക്കും. അവന്റെ ജോലി എന്ന് പറയുന്ന ഭൂതലത്തിൽ മുഴുവൻ തെറ്റിച്ച് കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പ് നമ്മൾ തെറ്റിക്കാതിരിക്കാൻ തക്കവണ്ണം നമ്മൾ വളരെ സൂക്ഷ്മത ഉള്ളവരായിരിക്കും. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 3-ാമത്തെ ഭാഗം വായിക്കുമ്പോൾ നമ്മൾ വഞ്ചിക്കും. അവന്റെ കഴിവിന്റെ പരമാവധി നമ്മളോട് ചെയ്യുന്ന ഏറ്റവും പ്രധാനമായ ഒരു കാര്യമാണ് നമ്മൾ വഞ്ചിക്കാൻ നോക്കും. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 8-ാമത്തെ വാക്യം നമ്മളെ വശീകരിക്കും. ഈ 3 പാപമാണ് ഏദൻ തോട്ടത്തിൽ അവൻ ഇറക്കിയത്. ഹവ്വായെ അവൻ തെറ്റിച്ചു. രണ്ടാമത്തേത്, ഹവ്വായെ അവൻ വഞ്ചിച്ചു. 3-ാമത്, ഹവ്വായെ വശീകരിച്ചു. നമുക്ക് സംഭവം അറിയാം. തേജസ് ഹവ്വായിൽ നിന്നും നഷ്ടപ്പെട്ടു പോയി. സാത്താൻ ആഗ്രഹിക്കുന്ന ദൈവം തന്നിരിക്കുന്ന വസ്ത്രം, അല്ലെങ്കിൽ വെണ്മയുള്ള വസ്ത്രം, വിശുദ്ധ വസ്ത്രം എങ്ങനെങ്കിലും നമ്മളിൽ നിന്ന് മാറ്റിക്കളയുന്നതിന് വേണ്ടി അവന് 3 കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ആ കാര്യത്തിൽ ദൈവ മുൻപാകെ വിശ്വസ്തയോടും സത്യത്തിന് വേണ്ടി നിൽക്കണം എന്ന് ഞാൻ ഓർപ്പിച്ചുകൊള്ളുന്നു. 7-ാമത്തെ ഭാഗം എന്ന് പറയുന്നത് 24-ാം അധ്യായത്തിന് 7-ാമത്തെ വാക്യം, രാജ്യത്തിന്റെ സുവിശേഷം സകല ജാതികളും സാക്ഷി വഹിക്കും, സാക്ഷികളാകും. ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. ഇന്ന് കേരളത്തിന്റെ എവിടെ നോക്കിയാലും മുക്കിലും മൂലയിലും പട്ടണങ്ങളിലും വീതികളിലും വിശാല സ്ഥലങ്ങളിലും ഓരോ മൈക്ക് സെറ്റുമായിട്ട് പരസ്യവും നടത്തുന്ന ഒരു കൂട്ടം സുവിശേഷകന്മാരെ കാണാൻ സാധിക്കും. അത് നമ്മൾ അറിയാത്ത ഒരു കാര്യമാണ്. പ്രവചനം നിറവേറുകയാണ്. കർത്താവിന്റെ വരവ് സകലരും അറിയണം. ബസ്സിൽ പോകുന്നവരും നടന്നു പോകുന്നവരും സാധനങ്ങൾ വാങ്ങിക്കാൻ പോകുന്നവരും യേശു വരുന്നു എന്നൊരു വാക്ക് കേട്ടാൽ മതി. അത് രാജ്യത്തിന്റെ സുവിശേഷമാണ്. വടക്കേ ഇന്ത്യയിലെ സഹോദരിമാർ ഒരു കൈ ബൈബിളും
ഒരു കയ്യിൽ ഒരു ഹാൻഡ് മൈക്കുമായി യേശുക്രിസ്തുവിനെ പറ്റി പ്രസംഗിക്കുന്നത് പലപ്പോഴും കാണാൻ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, പല സംസ്ഥാനങ്ങളിൽ, അനേക രാജ്യങ്ങളിൽ ഇന്ന് പരസ്യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി ചെറിയ സെറ്റും വലിയ സെറ്റും ഏതെല്ലാം രീതിയിൽ വേണോ അതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് യേശുവിന്റെ വരവിനെ രാജ്യത്തിന്റെ സുവിശേഷം അറിയിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് ടെലിവിഷനോട് 24 മണിക്കൂറും നമ്മുടെ കർത്താവിന്റെ വരവിനെ പറ്റി പ്രസ്താവിക്കുന്ന ഒരുപാട് TV ചാനലുകളുണ്ട്. 24 മണിക്കൂറും കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഫേസ്ബുക്കിലൂടെ യേശുവിന്റെ വരവിനെ പറ്റി പറയുന്നു, യൂട്യൂബിലൂടെ യേശുക്രിസ്തുവിനെ പറ്റി പറയുന്നു. ഏത് മുക്കിലും മൂലയിലും താമസിക്കുന്ന ആളുകളെ യേശുവിന്റെ വരവിനെ അറിയിക്കത്തക്കവണ്ണം ഇന്ന് വ്യഗ്രത കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലയളവും കൂടെയാണ്. സാത്താൻ ഇഷ്ടപ്പെടാത്ത കാര്യമാണ് യേശുവിന്റെ വരവ്. അവൻ ഏറ്റവും വൈരാഗ്യമുള്ളതാണെങ്കിലും യേശുവിന്റെ വരവ് ശക്തിയോടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. ഉടനെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിന്റെ വരവ് അടുത്തിരിക്കുകയാണ്. അധികം നാളെ വിദൂരതയല്ല, സമീപമായിരിക്കുന്നു. നമ്മുടെ സ്വന്തം നാട്ടിലേക്ക് പോകാറായി, നമ്മളിവിടം വിടാറായി, ഇത് ക്രിസ്തുവിന്റെ ഭരണം വരാറായി. അതിനു മുമ്പേ കാഹളനാദത്തിൽ നാം എടുക്കപ്പെടും. കൈവിടപ്പെട്ടു പോകരുതേ. കൈവിടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു കാഹളമില്ല. പിന്നെ ഉണ്ടാകുന്ന സംഭവം, വൽവകൈമേലോ നെറ്റിമേലോ അവന് മുദ്രയും നമ്പരും ഏൽക്കാതെ ഒരു സാധനം വാങ്ങിക്കാൻ പറ്റുകയില്ല. അവന്റെ പ്രതിമയെ സകല മുക്കിലും മൂലയിലും കൊണ്ടുവെക്കും. അവിടെ ആരാധിച്ചേ പറ്റുകയുള്ളൂ. കാരണം ഇന്നത്തെ കമ്പ്യൂട്ടർ സിസ്റ്റം എന്ന് പറയുന്നത് ഭയങ്കരമാണ്. ചിന്തിക്കാൻ പറ്റുകയില്ല. ആരാധിക്കാത്തവരെ അവൻ വില്ലേജ് അടിസ്ഥാനത്തിലും പഞ്ചായത്ത് അടിസ്ഥാനത്തിലും അറിവ് കിട്ടുകയും അത് പിന്നെ അപകടകരമായി തീരുവാൻ സാധ്യതകളുണ്ട്. കർത്താവിന്റെ കാഹളനാദത്തിൽ പോകുവാൻ തയ്യാറാകുക. ഈ നാളുകളിൽ ശക്തമായി പ്രാർത്ഥിക്കുക. യേശുവിന്റെ വരവിന് വേണ്ടി പോകുവാനായിട്ട് നമ്മൾ ഒരുങ്ങുക. ഭാരതത്തിൽ വലിയ ഉണർവുണ്ടാകാൻ പോകുന്നു. നിങ്ങളും അതിന്റെ അംഗമാകൂ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.